മുഴുവൻ ഭിന്നശേഷിക്കാർക്കും സവിശേഷ തിരിച്ചറിയൽ കാർഡ് നൽകുന്ന രാജ്യത്തെ ആദ്യ നഗരസഭയാണ് മഞ്ചേരി മലപ്പുറം. മുഴുവൻ ഭിന്നശേഷിക്കാർക്കും സവിശേഷ തിരിച്ചറിയൽ കാർഡ് നൽകുന്ന രാജ്യത്തെ ആദ്യത്തെ നഗരസഭയാണ് മഞ്ചേരി മലപ്പുറം. ജന്തുജാലങ്ങളുടെ മുഴുവൻ പട്ടിക തയ്യാറാക്കുന്ന ആദ്യ രാജ്യമായി മാറിയത് ഇന്ത്യയാണ്. ജന്തുജാലങ്ങളുടെ മുഴുവൻ പട്ടിക തയ്യാറാക്കുന്ന ആദ്യ രാജ്യമായി മാറിയത് ഇന്ത്യയാണ്. ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ച ഭാരം കുറഞ്ഞ യുദ്ധ ടാങ്കാണ് സോറാവാർ. ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ച ഭാരം കുറഞ്ഞ യുദ്ധ ടാങ്കാണ് സോറാവാർ. വിഴിഞ്ഞം തുറമുഖത്തെത്തുന്ന ആദ്യ ചരക്ക് കപ്പലാണ് സാൻ ഫെർണാണ്ടോ. വിഴിഞ്ഞം തുറമുഖത്തെത്തുന്ന ആദ്യ ചരക്ക് കപ്പലാണ് സാൻ ഫെർണാണ്ടോ. ലോകത്തെ രണ്ടാമത്തെ വലിയ കപ്പൽ കമ്പനിയായ മെഴ്സ്കിന്റെ കപ്പലാണിത്. ലോകത്തെ രണ്ടാമത്തെ വലിയ കപ്പൽ കമ്പനിയായ മെഴ്സ്കിന്റെ കപ്പലാണ് സാൻ ഫെർണാണ്ടോ. വിഴിഞ്ഞം തുറമുഖത്തെത്തുന്ന ആദ്യ ചരക്ക് കപ്പലാണ് സാൻ ഫെർണാണ്ടോ. കൊച്ചിയിൽ നടക്കുന്ന രാജ്യത്തെ ആദ്യ ജനറേറ്റീവ് AI കോൺക്ലേവിൽ മുഖ്യ പ്രഭാഷകനായി എത്തുന്നത് ബഹിരാകാശ സഞ്ചാരി സ്റ്റീവ് സ്മിത്താണ്. കൊച്ചിയിൽ നടക്കുന്ന രാജ്യത്തെ ആദ്യ ജനറേറ്റീവ് AI കോൺക്ലേവിൽ മുഖ്യ പ്രഭാഷകനായി എത്തുന്നത് ബഹിരാകാശ സഞ്ചാരി സ്റ്റീവ് സ്മിത്താണ്. പ്രതിരോധ സേനയെ ഉടച്ചു വാർത്ത് രൂപം നൽകുന്ന 3 തിയേറ്റർ കമാൻഡറുകളിൽ ഒന്ന് കേരളത്തിൽ എവിടെയാണ് സ്ഥാപിക്കുന്നത്? പ്രതിരോധ സേനയെ ഉടച്ചു വാർത്ത് രൂപം നൽകുന്ന 3 തിയേറ്റർ കമാൻഡുകളിൽ ഒന്ന് കേരളത്തിൽ എവിടെയാണ് സ്ഥാപിക്കുന്നത്? തിരുവനന്തപുരമാണ്. തിരുവനന്തപുരം. പടിഞ്ഞാറൻ തിയേറ്റർ കമാൻഡ് സ്ഥാപിക്കുന്നത് രാജസ്ഥാനിലെ ജയ്പൂരിലും വടക്കൻ തിയേറ്റർ കമാൻഡ് സ്ഥാപിക്കുന്നത് UPയുടെ തലസ്ഥാനമായ ലക്നൌവിലുമാണ്. പ്രതിരോധ സേനയെ ഉടച്ചു വാർത്ത് രൂപം നൽകുന്ന 3 തിയേറ്റർ കമാൻഡുകളിൽ ഒന്ന് കേരളത്തിൽ എവിടെയാണ് സ്ഥാപിക്കുന്നത്? തിരുവനന്തപുരമാണ്. തിരുവനന്തപുരം. ലോകത്തിലെ ആദ്യത്തെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് വസ്ത്രം വിഭാവനം ചെയ്തത് ക്രിസ്റ്റീന ഏണസ്റ്റ്. ലോകത്തിലെ ആദ്യത്തെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് വസ്ത്രം വിഭാവനം ചെയ്തത് ക്രിസ്റ്റീന ഏണസ്റ്റ്. മെഡൂസ എന്നാണ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് വസ്ത്രത്തെ നാമകരണം ചെയ്തിരിക്കുന്നത്. പാരീസ് ഒളിമ്പിക്സിനുള്ള ഇന്ത്യൻ സംഘത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ താരമാണ് ദിനിധി ദേശിംഗു. പാരീസ് ഒളിമ്പിക്സിനുള്ള ഇന്ത്യൻ സംഘത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ താരമാണ് ദിനിധി ദേശിംഗു. ട്രെയിൻ യാത്രക്കാരുടെ പരാതികൾ അടിയന്തരമായി കൈകാര്യം ചെയ്യാനും തുടർ നടപടികൾക്കുമായി റെയിൽവേ ആരംഭിച്ച സംവിധാനമാണ് വാർ റൂം. പരാതി അറിയിക്കുവാനുള്ള നമ്പർ 139. റെയിൽ മദദ് ആപ്പ് എന്നിവയുടെ ഏകോപന സംവിധാനമായി വാർ റൂം പ്രവർത്തിക്കും. ട്രെയിൻ യാത്രക്കാരുടെ പരാതികൾ അടിയന്തരമായി കൈകാര്യം ചെയ്യാനും തുടർ നടപടികൾക്കുമായി റെയിൽവേ ആരംഭിച്ച സംവിധാനമാണ് വാർ റൂം. പരാതി അറിയിക്കാനുള്ള നമ്പറാണ് 139. അതും റെയിൽ മദദ് ആപ്പ് എന്നിവയുടെ ഏകോപന സംവിധാനമായി വാർ റൂം പ്രവർത്തിക്കും. 2024 പാരീസ് ഒളിമ്പിക്സിൽ പങ്കെടുക്കുന്ന ഇന്ത്യൻ കായിക സംഘത്തിന്റെ തലവനായി നിയമിക്കപ്പെട്ടത് ഗഗൻ നാരംഗാണ്. 2024 പാരീസ് ഒളിമ്പിക്സിൽ പങ്കെടുക്കുന്ന ഇന്ത്യൻ കായിക സംഘത്തിന്റെ തലവനായി നിയമിക്കപ്പെട്ടത് ഗഗൻ നാരംഗ്. മത്സ്യകൃഷിയിൽ മികച്ച ജില്ലയായി തിരഞ്ഞെടുത്തത് തിരുവനന്തപുരമാണ്. മത്സ്യകൃഷിയിൽ മികച്ച ജില്ലയായി തിരഞ്ഞെടുത്തത് തിരുവനന്തപുരം. കേരളത്തിൽ ആദ്യമായി ക്യാമ്പസിൽ ചന്ദനത്തോട്ടം നിർമ്മിക്കുന്ന കോളേജ് ഓഫ് അപ്ലൈഡ് സയൻസ് അണ്ടർ ദി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹ്യൂമൻ റിസോഴ്സസ് ഡെവലപ്മെന്റ് കാന്തല്ലൂർ. കേരളത്തിലെ ആദ്യമായി ക്യാമ്പസിൽ ചന്ദനത്തോട്ടം നിർമ്മിക്കുന്ന കോളേജാണ് കോളേജ് ഓഫ് അപ്ലൈഡ് സയൻസ് അണ്ടർ ദി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെന്റ് കാന്തല്ലൂർ. കേരളം ആസ്ഥാനമായുള്ള ആദ്യ വിമാന കമ്പനിയാണ് എയർ കേരള വിമാന സർവീസ്. കേരളം ആസ്ഥാനമായുള്ള ആദ്യ വിമാന കമ്പനിയാണ് എയർ കേരള വിമാന സർവീസ്. റഷ്യയുടെ പരമോന്നത സിവിലിയൻ ബഹുമതിയായ ഓർഡർ ഓഫ് സെയിന്റ് ആൻഡ്രൂസ് ദ അപ്പോസ്റ്റൽ ലഭിച്ചത് നരേന്ദ്രമോദിക്കാണ്. റഷ്യയുടെ പരമോന്നത സിവിലിയൻ ബഹുമതിയായ ഓർഡർ ഓഫ് സെയിന്റ് ആൻഡ്രൂസ് ദ അപ്പോസ്റ്റൽ ലഭിച്ചത് നരേന്ദ്രമോദി. കേന്ദ്ര മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ റിപ്പോർട്ട് പ്രകാരം കേരളത്തിലെ ഏറ്റവും മലിനമായ നദി കല്ലായിപ്പുഴയാണ്. കേന്ദ്ര മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ റിപ്പോർട്ട് പ്രകാരം കേരളത്തിലെ ഏറ്റവും മലിനമായ നദി
കല്ലായിപ്പുഴ, കോഴിക്കോട്. അതിൻ്റെ ബയോളജിക്കൽ ഓക്സിജൻ ഡിമാൻഡ് ലെവൽ 12.8 mg ആണ്. അലൗഡ് ആയിട്ടുള്ള BOD ലെവൽ എന്ന് പറയുന്നത് വെറും 3 mg ആണ്. കല്ലായിപ്പുഴയുടെ BOD ലെവൽ എന്ന് പറയുന്നത് 12.8 mg ആണ്. 2023 സംസ്ഥാന ചലച്ചിത്ര അവാർഡ് നിർണയ കമ്മിറ്റിയിലെ ജൂറി ചെയർമാൻ സുധീർ മിശ്ര. 2023 സംസ്ഥാന ചലച്ചിത്ര അവാർഡ് നിർണയ കമ്മിറ്റിയിലെ ജൂറി ചെയർമാൻ സുധീർ മിശ്രയാണ്. കേരള ക്രിക്കറ്റ് ലീഗിന്റെ അംബാസിഡർ മോഹൻലാൽ. കേരള ക്രിക്കറ്റ് ലീഗിന്റെ അംബാസിഡർ മോഹൻലാൽ. കേരള മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ ജസ്റ്റിസ് അലക്സാണ്ടർ തോമസ് ആണ്. കേരള മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ ജസ്റ്റിസ് അലക്സാണ്ടർ തോമസ്. കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ജസ്റ്റിസ് നിതിൻ മധുക്കർ ജംദാർ. കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ജസ്റ്റിസ് നിതിൻ മധുക്കർ ജംദാർ. മൃഗങ്ങളിൽ നിന്ന് മനുഷ്യരിലേക്ക് പകരുന്ന ബ്രൂസെല്ലോസിസിന് കാരണമാകുന്ന രോഗാണു ബാക്ടീരിയയാണ്. മൃഗങ്ങളിൽ നിന്ന് മനുഷ്യരിലേക്ക് പകരുന്ന ബ്രൂസെല്ലോസിസ് എന്ന രോഗത്തിന് കാരണമാകുന്ന രോഗാണു ബാക്ടീരിയയാണ്. 2023-24 വർഷത്തെ സുസ്ഥിര വികസന സൂചികയിൽ ഒന്നാമതെത്തിയ സംസ്ഥാനങ്ങൾ കേരളവും ഉത്തരാഖണ്ഡുമാണ്. ഏറ്റവും പിന്നിൽ ബീഹാർ. 2023-24 വർഷത്തെ സുസ്ഥിര വികസന സൂചികയിൽ ഒന്നാമതെത്തിയ സംസ്ഥാനങ്ങൾ കേരളം, ഉത്തരാഖണ്ഡ്, ഏറ്റവും പിന്നിൽ ബീഹാർ. ആദ്യ മിസ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് കിരീടം നേടിയത് കെൻസ ലെയ്ലിയാണ്. രാജ്യം മൊറോക്കോ. ആദ്യ മിസ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് കിരീടം നേടിയത് കെൻസ ലെയ്ലി. രാജ്യം മൊറോക്കോ. 2024 വിംബിൾഡൺ ഗ്രാൻഡ് സ്ലാം ടെന്നീസ്. 2024 വിംബിൾഡൺ ഗ്രാൻഡ് സ്ലാം ടെന്നീസ് വനിതാ സിംഗിൾസ് വിഭാഗം ജേതാവ് ബാർബറ ക്രജിക്കോവ. ചെക്ക് റിപ്പബ്ലിക് ആണ് ബാർബറയുടെ രാജ്യം. ഇപ്പോൾ വനിതാ സിംഗിൾസ് വിഭാഗം ജേതാവ് 2024 വിംബിൾഡൺ ഗ്രാൻഡ് സ്ലാമില് ബാർബറ ക്രജിക്കോവ. റണ്ണറപ്പ് ആയത് ജാസ്മിൻ പൗളീനിയാണ്, ഇറ്റലി. റണ്ണറപ്പ് ജാസ്മിൻ പൗളീനി. വിന്നറായത് ആരാണ്? ബാർബറ ക്രജിക്കോവ, ചെക്ക് റിപ്പബ്ലിക്. 2024 വിംബിൾഡൺ ഗ്രാൻഡ് സ്ലാം ടെന്നീസില് പുരുഷ സിംഗിൾസ് വിഭാഗം ജേതാവ് കാർലോസ് അൽക്കാരസ് ആണ്, സ്പെയിൻ. 2024 വിംബിൾഡൺ ചാമ്പ്യൻഷിപ്പില് പുരുഷ സിംഗിൾസ് വിഭാഗം ജേതാവ് കാർലോസ് അൽക്കാരിസ്, സ്പെയിന്. റണ്ണറപ്പ് നൊവാക് ജോക്കോവിച്ച് ആണ്, സെർബിയ. ഇപ്പോൾ 2024 വിംബിൾഡൺ ഗ്രാൻഡ് സ്ലാം ടെന്നീസ് വനിതാ സിംഗിൾസ് വിഭാഗം ജേതാവ് ബാർബറ ക്രജിക്കോവയും പുരുഷ സിംഗിൾസ് വിഭാഗം ജേതാവ് കാർലോസ് അൽക്കാരസുമാണ്. 2024 ജൂണിൽ റംസാർ പട്ടികയിൽ ഉൾപ്പെടുത്തിയ ഇന്ത്യയിലെ പക്ഷി സങ്കേതങ്ങൾ: നാഗി പക്ഷി സങ്കേതം ബീഹാർ, നക്തി പക്ഷി സങ്കേതം ബീഹാർ. അപ്പൊ രണ്ടും ബീഹാറിൽ നിന്നുള്ള പക്ഷി സങ്കേതങ്ങളാണ് 2024 ജൂണിൽ റംസാർ പട്ടികയിൽ ഉൾപ്പെടുത്തിയത്. ഇന്ത്യയിലെ ആകെ റംസാർ സൈറ്റുകളുടെ എണ്ണം 82 ആണ്. ഇന്ത്യയിൽ ജൂണിൽ റംസാർ പട്ടികയിൽ ഉൾപ്പെടുത്തിയ ഇന്ത്യയിലെ പക്ഷി സങ്കേതങ്ങൾ നാഗി പക്ഷി സങ്കേതം, നക്തി പക്ഷി സങ്കേതം. രണ്ടും ബീഹാറിലാണ്. ഇന്ത്യയിലെ ആകെ റംസാർ സൈറ്റുകളുടെ എണ്ണം 82. സർക്കാർ ഓഫീസുകളിൽ ജോലിയിൽ സഹായിക്കാൻ നിർമ്മിത ബുദ്ധി ഉപയോഗിച്ച് കെൽട്രോൺ വികസിപ്പിച്ചെടുത്ത AI സോഫ്റ്റ്വെയർ ടൂളുകൾ: ഡിജി സ്മാർട്ട്, കില്ലി. സർക്കാർ ഓഫീസുകളിൽ ജോലിയിൽ സഹായിക്കാൻ നിർമ്മിത ബുദ്ധി ഉപയോഗിച്ച് കെൽട്രോൺ വികസിപ്പിച്ചെടുത്ത AI സോഫ്റ്റ്വെയർ ടൂളുകളാണ്: ഒന്ന് ഡിജി സ്മാർട്ട്, ഫയലുകൾ ഡിജിറ്റൈസ് ചെയ്യാൻ. രണ്ടാമത് കില്ലി, വെർച്വൽ റിസപ്ഷനിസ്റ്റ് ആയി ഉപയോഗിക്കുക. 2028 യൂറോ കപ്പ് വേദി ബ്രിട്ടനും അയർലൻഡുമാണ്. 2028 യൂറോ കപ്പ് വേദി ബ്രിട്ടനും അയർലൻഡുമാണ്. 2032 യൂറോ കപ്പിന്റെ വേദി ഇറ്റലിയും തുർക്കിയുമാണ്. 2028 യൂറോ കപ്പ് വേദി ബ്രിട്ടനും അയർലൻഡുമാണ്. 2032 യൂറോ കപ്പ് വേദി ഇറ്റലിയും തുർക്കിയുമാണ്. ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് സഹായകമാകാൻ കേന്ദ്ര സർക്കാരിന്റെ ആദ്യ ദേശീയ ലഹരി വിരുദ്ധ ടോൾ ഫ്രീ നമ്പറാണ് 1933. ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് സഹായകമാകാൻ കേന്ദ്ര സർക്കാരിന്റെ ആദ്യ ദേശീയ ലഹരി വിരുദ്ധ ടോൾ ഫ്രീ നമ്പറാണ് 1933. മാനസ് എന്നാണ് സഹായക നമ്പറിന് പേരിട്ടിരിക്കുന്നത്.
രാമസേതുവിന്റെ കടലിനടിയിലെ വിശദമായ ഭൂപടം പുറത്തിറക്കിയത് ISRO ആണ്. നാസയുടെ ICESat-2 ഉപഗ്രഹത്തിന്റെ സഹായത്തോടെയാണ് പുറത്തിറക്കിയത്. ഇപ്പൊ രാമസേതുവിന്റെ കടലിനടിയിലെ വിശദമായ ഭൂപടം പുറത്തിറക്കിയത് ISRO. നാസയുടെ ICESat-2 ഉപഗ്രഹത്തിന്റെ സഹായത്തോടെയാണ് പുറത്തിറക്കിയത്. സ്വതന്ത്ര ഇന്ത്യയുടെ ചരിത്രത്തിലാദ്യമായി മണിപ്പൂരിൽ നിന്നൊരു സുപ്രീം കോടതി ജഡ്ജി എന്ന ഖ്യാതി നേടിയത് ജസ്റ്റിസ് N കോട്ടീശ്വർ സിംഗ് ആണ്. സ്വതന്ത്ര ഇന്ത്യയുടെ ചരിത്രത്തിലാദ്യമായി മണിപ്പൂരിൽ നിന്നൊരു സുപ്രീം കോടതി ജഡ്ജി എന്ന ഖ്യാതി നേടിയത് ജസ്റ്റിസ് N കോട്ടീശ്വർ സിംഗ് ആണ്. ISO സർട്ടിഫിക്കേഷൻ ലഭിച്ച സംസ്ഥാന സർക്കാരിന്റെയും ഇന്ത്യൻ റെയിൽവേ മന്ത്രാലയത്തിന്റെയും സംയുക്ത സംരംഭമാണ് K-Rail. ISO സർട്ടിഫിക്കേഷൻ ലഭിച്ച സംസ്ഥാന സർക്കാരിന്റെയും ഇന്ത്യൻ റെയിൽവേ മന്ത്രാലയത്തിന്റെയും സംയുക്ത സംരംഭമാണ് K-Rail. അടുത്തിടെ അന്തരിച്ച ശ്രീ ചിത്ര ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിന്റെ സ്ഥാപക ഡയറക്ടറും ലോക പ്രശസ്ത ഹൃദയ ശസ്ത്രക്രിയാ വിദഗ്ധനുമായ വ്യക്തിയാണ് ഡോക്ടർ MS വല്യത്താൻ. അടുത്തിടെ അന്തരിച്ച ശ്രീ ചിത്ര ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിന്റെ സ്ഥാപക ഡയറക്ടറും ലോക പ്രശസ്ത ഹൃദയ ശസ്ത്രക്രിയാ വിദഗ്ധനുമായ വ്യക്തിയാണ് ഡോക്ടർ MS വല്യത്താൻ. 2023-24 സ്പാർക്ക് റാങ്കിങ്ങിൽ ഒന്നാമതെത്തിയത് കേരളം. 2023-24 സ്പാർക്ക് റാങ്കിങ്ങിൽ ഒന്നാമതെത്തിയത് കേരളമാണ്. ദീൻ ദയാൽ അന്ത്യോദയ യോജന ദേശീയ നഗര ഉപജീവന ദൗത്യം മികച്ച രീതിയിൽ നടപ്പാക്കിയതിനാണ് കേരളം ഒന്നാമതെത്തിയത്. അംഗീകാരം തുടർച്ചയായി 7ാം തവണയാണ് കേരളം നേടുന്നത്. ഉത്തർപ്രദേശ്, രാജസ്ഥാൻ എന്നീ സംസ്ഥാനങ്ങൾ യഥാക്രമം 2ഉം 3ഉം സ്ഥാനം നേടി. അപ്പൊ 2023-24 സ്പാർക്ക് റാങ്കിങ്ങിൽ ഒന്നാമതെത്തിയത് കേരളമാണ്. ഏഷ്യ കപ്പ് T20 വനിതാ ക്രിക്കറ്റ് ടൂർണമെന്റിന്റെ 9ാം പതിപ്പിന്റെ വേദി ശ്രീലങ്ക. ഏഷ്യ കപ്പ് T20 വനിതാ ക്രിക്കറ്റ് ടൂർണമെന്റിന്റെ 9ാം പതിപ്പിന്റെ വേദി ശ്രീലങ്ക. പാരീസ് ഒളിമ്പിക്സിൽ മത്സരിച്ച മലയാളികളുടെ എണ്ണം 7. പാരീസ് ഒളിമ്പിക്സിൽ മത്സരിച്ച മലയാളികളുടെ എണ്ണം 7 ആണ്. ആ 7 പേര് ആരൊക്കെയെന്ന് നോക്കാം. PR ശ്രീജേഷ് ഹോക്കി, HS പ്രണോയ് ബാഡ്മിന്റൺ, അബ്ദുള്ള അബൂബക്കർ ട്രിപ്പിൾ ജമ്പ്, മുഹമ്മദ് അനസ്, മുഹമ്മദ് അജ്മൽ, അമോജ് ജേക്കബ്, മിജോ ചാക്കോ. ഇവർ 4 പേര് ഓട്ടമാണ്. PR ശ്രീജേഷ് ഹോക്കി, HS പ്രണോയ് ബാഡ്മിന്റൺ, അബ്ദുള്ള അബൂബക്കർ ട്രിപ്പിൾ ജമ്പ്, മുഹമ്മദ് അനസ്, മുഹമ്മദ് അജ്മൽ, അമോജ് ജേക്കബ്, മിജോ ചാക്കോ. ചൊവ്വ ഗ്രഹത്തിൽ ആദ്യമായി ശുദ്ധമായ സൾഫർ സാന്നിധ്യം കണ്ടെത്തിയ നാസയുടെ ദൗത്യ പേടകമാണ് ക്യൂരിയോസിറ്റി റോവർ. ചൊവ്വ ഗ്രഹത്തിൽ ആദ്യമായി ശുദ്ധമായ സൾഫർ സാന്നിധ്യം കണ്ടെത്തിയ നാസയുടെ ദൗത്യ പേടകം ക്യൂരിയോസിറ്റി റോവർ. യുനെസ്കോയുടെ 46ാമത് ലോക പൈതൃക സമിതി യോഗത്തിന് വേദിയാകുന്നത് ഡൽഹിയാണ്. യുനെസ്കോയുടെ 46ാമത് ലോക പൈതൃക സമിതി യോഗത്തിന് വേദിയാകുന്നത് ഡൽഹി. വഴിയോര കച്ചവടക്കാരുടെ ക്ഷേമം ഉറപ്പുവരുത്താനായി മികച്ച പ്രവർത്തനങ്ങൾ നടത്തിയതിനുള്ള PM സ്വനിധി പുരസ്കാരത്തിന് അർഹത നേടിയ നഗരസഭ തിരുവനന്തപുരം. വഴിയോര കച്ചവടക്കാരുടെ ക്ഷേമം ഉറപ്പുവരുത്തുന്നതിനായി മികച്ച പ്രവർത്തനങ്ങൾ നടത്തിയതിനുള്ള PM സ്വനിധി പുരസ്കാരത്തിന് അർഹത നേടിയ നഗരസഭ തിരുവനന്തപുരം നഗരസഭ. പാരീസ് ഒളിമ്പിക്സിൽ പങ്കെടുക്കുന്ന അത്ലറ്റുകൾക്ക് ഐക്യദാർഢ്യം അറിയിച്ച് പോസ്റ്റൽ സ്റ്റാമ്പ് പുറത്തിറക്കിയത് യുക്രൈൻ. പാരീസ് ഒളിമ്പിക്സിൽ പങ്കെടുക്കുന്ന അത്ലറ്റുകൾക്ക് ഐക്യദാർഢ്യം അറിയിച്ച് പോസ്റ്റൽ സ്റ്റാമ്പ് പുറത്തിറക്കിയ രാജ്യം യുക്രൈനാണ്. അഖിലേന്ത്യാ ഫുട്ബോൾ ഫെഡറേഷൻ സെക്രട്ടറി ജനറലായി നിയമിതനായത് P. അനിൽകുമാർ ആണ്. അഖിലേന്ത്യാ ഫുട്ബോൾ ഫെഡറേഷൻ സെക്രട്ടറി ജനറൽ. ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ സെക്രട്ടറി ജനറലായി നിയമിതനാകുന്നത് P. അനിൽകുമാർ. രാജ്യത്തെ ആദ്യ മഴമാപിനി വെബ്സൈറ്റ് ജില്ല വയനാട്. രാജ്യത്തെ ആദ്യ മഴമാപിനി വെബ്സൈറ്റ് ജില്ല വയനാട്. കേരള ഹിന്ദി പ്രചാര സഭയുടെ സാഹിത്യ കലാനിധി പുരസ്കാരം നേടിയത് MT വാസുദേവൻ നായർ. കേരള ഹിന്ദി പ്രചാര സഭയുടെ സാഹിത്യ കലാനിധി പുരസ്കാരം നേടിയത് MT വാസുദേവൻ നായർ. അന്താരാഷ്ട്ര ഒളിമ്പിക് കമ്മിറ്റിയുടെ പരമോന്നത പുരസ്കാരമായ ഒളിമ്പിക് ഓർഡറിന് അർഹനായ ഇന്ത്യൻ ഷൂട്ടിംഗ് താരം അഭിനവ് ബിന്ദ്ര.
അന്താരാഷ്ട്ര ഒളിമ്പിക് കമ്മിറ്റിയുടെ പരമോന്നത പുരസ്കാരമായ ഒളിമ്പിക് ഓർഡറിന് അർഹനായ ഇന്ത്യൻ ഷൂട്ടിംഗ് താരം അഭിനവ് ബിന്ദ്ര. കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാലം തുടർച്ചയായി മന്ത്രി പദവിയിലിരുന്നതിന്റെ റെക്കോർഡ് സ്വന്തമാക്കിയത് കെ ശശീന്ദ്രൻ. കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാലം തുടർച്ചയായി മന്ത്രി പദവിയിലിരുന്നതിന്റെ റെക്കോർഡ് സ്വന്തമാക്കിയത് കെ ശശീന്ദ്രൻ. 2024 കേന്ദ്ര ബജറ്റിൽ ഗോത്ര മേഖലയിലെ ജീവിത സാഹചര്യം മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടി പ്രഖ്യാപിച്ച പദ്ധതിയാണ് പ്രധാനമന്ത്രി ജൻജതീയ ഉന്നത് ഗ്രാം അഭിയാൻ. 2024 കേന്ദ്ര ബജറ്റിൽ ഗോത്ര മേഖലയിലെ ജീവിത സാഹചര്യം മെച്ചപ്പെടുത്തുന്നതിനു വേണ്ടി പ്രഖ്യാപിച്ച പദ്ധതിയാണ് പ്രധാനമന്ത്രി ജൻജതീയ ഉന്നത് ഗ്രാം അഭിയാൻ. കേരളത്തിന്റെ നിലവിലെ ലോകായുക്ത ജസ്റ്റിസ് എൻ അനിൽകുമാർ. കേരളത്തിന്റെ നിലവിലെ ലോകായുക്ത ജസ്റ്റിസ് എൻ അനിൽകുമാർ. ഇന്റർനാഷണൽ ഹാൾ ഓഫ് ഫെയിം ബഹുമതി നേടിയ ടെന്നീസ് താരങ്ങൾ ലിയാൻഡർ പേസും വിജയ് അമൃതരാജും. ഇന്റർനാഷണൽ ഹാൾ ഓഫ് ഫെയിം ബഹുമതി നേടിയ ടെന്നീസ് താരങ്ങൾ ലിയാൻഡർ പേസും വിജയ് അമൃതരാജ്. ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ഇക്കണോമിക്സ് ആൻഡ് പീസിന്റെ റിപ്പോർട്ട് പ്രകാരം ലോക സമാധാന സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം 116. ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ഇക്കണോമിക് ആൻഡ് പീസിന്റെ റിപ്പോർട്ട് പ്രകാരം ലോക സമാധാന സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം 116. ഒന്നാമതെത്തിയത് ഐസ്ലാൻഡ് ആണ്. സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരത കൈവരിച്ച ആദ്യ സംസ്ഥാനമായി കേരളത്തെ മാറ്റുന്നതിന്റെ ഭാഗമായി നടത്തുന്ന പദ്ധതിയാണ് ഡിജി കേരളം പദ്ധതി. സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരത കൈവരിച്ച ആദ്യ സംസ്ഥാനമായി കേരളത്തെ മാറ്റുന്നതിന്റെ ഭാഗമായി നടത്തുന്ന പദ്ധതിയാണ് ഡിജി കേരളം പദ്ധതി. രാജ്യത്ത് ആദ്യമായി ഹീമോഫീലിയ ബാധിതരായ 18 വയസ്സിന് താഴെയുള്ള എല്ലാ കുട്ടികൾക്കും എമിസിസുമാബ് എന്ന മരുന്ന് സൗജന്യമായി നൽകാൻ തീരുമാനിച്ച സംസ്ഥാനം കേരളം. രാജ്യത്ത് ആദ്യമായി ഹീമോഫീലിയ ബാധിതരായ 18 വയസ്സിന് താഴെയുള്ള എല്ലാ കുട്ടികൾക്കും എമിസിസുമാബ് എന്ന മരുന്ന് സൗജന്യമായി നൽകാൻ തീരുമാനിച്ച സംസ്ഥാനം കേരളം. മ്യൂസിയം മൃഗശാല വകുപ്പിന് കീഴിൽ സംസ്ഥാനത്തെ ആദ്യത്തെ സൂ സഫാരി പാർക്ക് നിലവിൽ വരുന്നത് തളിപ്പറമ്പ്, കണ്ണൂര്. മ്യൂസിയം മൃഗശാല വകുപ്പിന് കീഴിൽ സംസ്ഥാനത്തെ ആദ്യത്തെ സൂ സഫാരി പാർക്ക് നിലവിൽ വരുന്നത് തളിപ്പറമ്പ്, കണ്ണൂര്. അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് ഇന്നത്തെ സെഷനിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. മറ്റൊരു സെഷനുമായി വീണ്ടും കാണാം. താങ്ക് യു.